എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്ത ഫാബിയൻ സോഷ്യലിസം, മാർക്സിസം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ സോഷ്യലിസം, ഉട്ടോപ്യൻ സോഷ്യലിസം, എല്ലായിടത്തും സോഷ്യലിസത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം എന്താണെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യമാണ് യൂട്ടിലിറ്റേറിയനിസം പോലെയുള്ള തിയറികൾ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന വ്യത്യാസം അത് കൊളോണിയലിസത്തിനും ഇമ്പീരിയലിസത്തിനും വളരെ വലിയൊരു പ്രാധാന്യം കൊടുക്കും. അപ്പോൾ ഈ കൊളോണിയലിസവും ഇമ്പീരിയലിസവും നമ്മൾ മുൻപേ പറഞ്ഞിരുന്നു, ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ റിലേറ്റഡ് ആണ്. ഒന്നിൽ നിന്ന് മറ്റൊന്ന് സ്വാഭാവികമായും സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പൊതുവേ ഹിസ്റ്ററിയിൽ എല്ലാവർക്കും താല്പര്യം തോന്നുന്ന ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അടുത്ത 2 ക്ലാസ് നമ്മളുടേത് വേൾഡ് വാറാണ്. ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും. വേൾഡ് വാറിനെ കുറിച്ച് ആദ്യമേ 2-3 കാര്യങ്ങൾ പറയും. ഒന്നാമത്തെ കാര്യം, വേൾഡ് വാർ എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മോശമായ വാറുകളിൽ 2 എണ്ണമാണ് ഫസ്റ്റും സെക്കൻഡും വേൾഡ് വാർ. അതിൽ തന്നെ സെക്കൻഡാണ് വളരെ മോശമായിട്ടുള്ള വാർ. മോശം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് ഷെഡ് സംഭവിച്ചതും ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചതും ഏറ്റവും വലിയ കൊളാപ്സ് സംഭവിച്ചതും ഒക്കെ ഈ വേൾഡ് വാറുകളിലാണ്. രണ്ടാമത്തെ കാര്യം, ലോകത്തിൻ്റെ അന്നത്തെ കണക്ക് പ്രകാരം നല്ല രീതിയിൽ നിലനിൽക്കുന്ന രാജ്യങ്ങളുടേതൊക്കെ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ. ഇപ്പോൾ വേൾഡ് വാറിൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്നോ ബംഗ്ലാദേശ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അവരൊന്നും അന്ന് വിഭജിക്കപ്പെട്ടിട്ടില്ല, ഇന്ത്യയുടെ ഭാഗമാണ്. ബ്രിട്ടീഷ് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും പാർട്ടിസിപ്പേഷൻ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വേൾഡ് വാറിൽ സംഭവിച്ചതുകൊണ്ടാണ് വേൾഡ് വാർ എന്ന് വിളിക്കാൻ കാര്യം. മറ്റൊരു കാര്യം, ലോകത്തിൻ്റെ ചരിത്രത്തെ വളരെ ശക്തമായ രീതിയിൽ ബാധിക്കുകയും ഒപ്പം ലോക ചരിത്രത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്ത ഇൻസിഡൻസ് ആണ് വേൾഡ് വാർസ്. ഉദാഹരണത്തിന് ഫസ്റ്റ് വേൾഡ് വാറിന് മുൻപ്, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം, സെക്കൻഡ് വേൾഡ് വാറിന് മുൻപ്, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം, ഇങ്ങനെ 2ആയിട്ട് തിരിക്കാൻ, ചരിത്രത്തെ വിഭജിക്കാനായിട്ട് കാരണമായ ഇൻസിഡൻ്റാണ് വേൾഡ് വാർ. ലോകത്തിലെ പല സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തലുകളും ഇൻക്ലൂഡിങ് ഈ ടെലിഫോണിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ കോഡ് ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആശയവിനിമയം, കാരണം ശത്രുക്കൾ അത് ചോർത്താതിരിക്കാൻ വേണ്ടിയിട്ട്, ദെൻ ആറ്റോമിക് പവറിൻ്റെ ഒരു എന്താ പറയുക വളരെ ശക്തമായിട്ടുള്ള പ്രകടമായിട്ടുള്ള ഉപയോഗവും അതിൻ്റെ ശക്തി എത്രത്തോളം വലുതാണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത ഇൻസിഡൻ്റാണ് വേൾഡ് വാർ. പ്രധാനമായും സെക്കൻഡ് വേൾഡ് വാർ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ലിറ്റിൽ ബോയ്, ആറ്റം ബോംബിൻ്റെ പേരാ. അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച ആറ്റം ബോംബുകളുടെ പേരാണ്. അപ്പോൾ ഇതാണ് വേൾഡ് വാറിനെ കുറിച്ച് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇംഗ്ലണ്ട് ഇൻ 2 വേൾഡ് വാർസ്. ഈ 2 ലോക മഹായുദ്ധങ്ങളിലും എന്താണ് ഇംഗ്ലണ്ടിൻ്റെ റോള്, എന്താണ് ഇംഗ്ലണ്ടിനുണ്ടായ നേട്ടം, കോട്ടം എന്നൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അത് നമ്മൾ ഡയറക്റ്റ് പോർഷനിലേക്ക് കിടക്കുകയാണ്, കാരണം ഇത്തിരി വലിയൊരു പോർഷനാണ്. നമുക്ക് ഓരോ ക്ലാസ്സും ഓരോ പോർഷനിൽ നിലനിർത്തണം. ഫസ്റ്റ് വേൾഡ് വാർ ഒരു ക്ലാസ്, സെക്കൻഡ് വേൾഡ് വാർ അടുത്ത ക്ലാസ്. ക്ലിയർ ആണ്? Britain changed hugely during the 20th century. Life for ordinary people was transformed and became much more comfortable. In 1906, a liberal government was elected and they introduced a number of reforms. Many administrative measures caused for the all-round development of the state.
But the most important impact upon the country was made by two world wars. No countries of the world were free from the consequences of the world war. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് പറയുന്നത്. ഇവരും വേൾഡ് വാറിൽ നിന്ന് ആർക്കും വിട്ടു നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം എല്ലാവരുടെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. Britain was a colonial power with vast area under control. So the impact of the wars were comparatively greater upon Britain. Shortly after the close of the Second World War, Britain had lost its entire colony. The symptoms of decolonization began during the period of the First World War itself. The World War inflicted far-reaching consequences on Britain. അപ്പോൾ വേൾഡ് വാർ കൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു നേട്ടം കോളനികളെ സ്വതന്ത്രമാക്കുന്ന പ്രവണതയ്ക്ക് ഫസ്റ്റ് വേൾഡ് വാർ തുടക്കം കുറിച്ചു. സെക്കൻഡ് വേൾഡ് വാർ ആയതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീകോളനൈസേഷൻ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എങ്ങനെയാണ് ഈ കംപ്ലീറ്റ് ഡീകോളനൈസേഷൻ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മദർ കൺട്രിക്ക്, അതായത് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിന് നമ്മൾ സഹായം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം തരാമെന്നുള്ളൊരു വാഗ്ദാനം അവർ തരാണ്. അപ്പോൾ അത് വിശ്വസിച്ച് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. യുദ്ധം കഴിയുമ്പോൾ ചിലപ്പോൾ അവർ സ്വാതന്ത്ര്യം തരും, ചില സമയങ്ങളിൽ അവർ വേറെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് സ്വാതന്ത്ര്യം വൈകിപ്പിക്കും. എന്തു തന്നെയായാലും മിക്കവാറും കൺട്രികളൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഇതൊന്നും വാർ കൊണ്ട് അവർക്ക് പ്രതിഫലമായിട്ട് കൊടുക്കാൻ വേണ്ടി കൊടുത്തതല്ല. ഇംഗ്ലണ്ട് പോലെയുള്ള മദർ കൺട്രിക്ക് ഈ പറയുന്ന കൊളോണിയൽ രാജ്യങ്ങളെ നിയന്ത്രിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ അതിനുവേണ്ടി ചെലവാക്കാനായിട്ട്, ഇപ്പോൾ ഇന്ത്യയെ ഭരിക്കണമെങ്കിൽ ഇന്ത്യയിൽ വൈസ്രോയ്, ഗവർണർ ജനറൽമാർ, ഇങ്ങനെയൊക്കെ ഒരുപാട് പോസ്റ്റ്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഓഫീസ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ജോലിക്കാർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വേണം. പക്ഷേ അതിനുവേണ്ടി മുതൽ മുടക്കുന്ന തുക ഇവിടെ നിന്ന് മുതലാക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് മിക്ക കോളനികൾക്കും സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം ഉപയോഗിച്ച് ചണ്ടിയായപ്പോൾ ഉപേക്ഷിച്ച് കളഞ്ഞ രാജ്യങ്ങളാണ് ഈ പറയുന്ന കോളനികളിൽ മിക്കവാറും കോളനികളൊക്കെ തന്നെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇംഗ്ലണ്ട് ആൻഡ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ദ ഫസ്റ്റ് വേൾഡ് വാർ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്. The typology of this war of a qualitatively different kind of a greater magnitude than any war which preceded it. The war broke out on 1940 and continued till 1980. 2 വർഷങ്ങൾ ഓർത്തു വയ്ക്കുക. സ്റ്റാർട്ടിംഗ് ഇയർ 1914 to 1918. 1914 തുടങ്ങിയ യുദ്ധം 1918 അവസാനിക്കുന്നു. ഇടയിൽ യുദ്ധത്തിലേക്ക് പലരും കയറി വരുന്നു, പലരും യുദ്ധത്തിൽ നിന്ന് പുറത്തു പോകുന്നു, ഒക്കെ ചിലപ്പോൾ സംഭവിക്കും. പക്ഷേ ഏതൊരു യുദ്ധവും അവസാനിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് എവിടെയാണോ ട്രീറ്റി ഒപ്പുവെക്കുന്നത്, ട്രീറ്റി എന്ന് വെച്ചാൽ ഉടമ്പടിയാണ്. ഉടമ്പടി എവിടെയാണോ ഒപ്പുവെക്കപ്പെടുന്നത് അവിടെ വെച്ചിട്ടാണ്, ആ പെർട്ടിക്കുലർ പോയിന്റിലാണ് യുദ്ധം അവസാനിക്കുന്നത്. അപ്പോൾ ട്രീറ്റി എവിടെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. For the first time in history, almost all the countries of the world were directly or indirectly involved in it. Its impact were felt by the whole world. The war was fought by land, sea, air, and on a scale hitherto unknown in history. David Thompson remarked that the First World War is the product of a long sequence of events which began in 1871. The situation in Europe for the little over 2 decades before the war and was one of the armed peace. The powers of the Europe had become aligned into 2 hostile groups through a number of alliances. Bismarck's diplomatic effort culminated in the formation of the Triple Alliance between Germany, Austria and Italy. ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ നിലവിലില്ല, കാരണം ആ രാജ്യമൊക്കെ തകർന്നു പോയി.
അത് മറ്റൊരു പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന യൂറോപ്യൻ കൺട്രി ആയിട്ട് മാറി. ഓസ്ട്രേലിയ അല്ലാട്ടോ, ഇത് ഓസ്ട്രിയയാണ്. തെറ്റരുത്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ട്രിപ്പിൾ അലയൻസ് ഉണ്ടാക്കുകയാണ്. ഇത് യൂറോപ്യൻസിൻ്റെ പലരുടെയും ഒരു രീതിയാണ്. നല്ല കുറേ രാജ്യങ്ങൾ കൂടിച്ചേരും, അല്ലെങ്കിൽ നല്ലത് പൊട്ടാന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ചില രാജ്യങ്ങൾ ഒരു കൂട്ട് കൃഷി ആരംഭിക്കുകയാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. ഇപ്പോൾ ഞാനും വേറെ 2 പേരും കൂടിയിട്ട് ABC 3 പേര് ചേർന്നിട്ടൊരു അലയൻസ് ഉണ്ടാക്കി. എയിനെ ആക്രമിച്ച ബിയും സിയും വന്നിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും, ബിനെ ആക്രമിച്ച എയും സിയും വന്നിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇങ്ങനൊരു അലയൻസിലേക്ക് പല രാജ്യങ്ങളും എത്തി. കാരണം ആരെ ആക്രമിക്കുമെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് 1900 സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടാകുന്നത്. 20th സെഞ്ച്വറിയുടെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കോളനികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ആക്രമണം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇറ്റലി, ഓസ്ട്രിയ, ജർമ്മനി 3 രാജ്യങ്ങൾ അലയൻസ് ഉണ്ടാക്കി. എ കൗണ്ടർ അലയൻസ് ഗ്രൂ അപ്പ് ഇൻ യൂറോപ്പ് ടു മീറ്റ് ദ ത്രെറ്റ് ഓഫ് ട്രിപ്പിൾ അലയൻസ്. അപ്പോൾ ഇവിടെ ഒരു ട്രിപ്പിൾ അലയൻസ് ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ മറ്റ് രാജ്യങ്ങൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി വേറെ അലയൻസുകൾ അവിടെ പതിയെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടായിരുന്നു. ഇംഗ്ലണ്ട് ആഫ്റ്റർ ദി ബാറ്റിൽ ഓഫ് വാട്ടർലൂ ഫോളോഡ് എ പോളിസി ഓഫ് ഐസൊലേഷൻ. വാട്ടർലൂ നമ്മൾ കേട്ടതാണ്, നെപ്പോളിയനുമായിട്ട് ഉള്ള യുദ്ധത്തിൻ്റെ സമയത്ത് സംഭവിച്ച യുദ്ധമാണ് വാട്ടർലൂ. ഈ യുദ്ധത്തിന് ശേഷം ഇവരെന്ത് ചെയ്തു? ഇംഗ്ലണ്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും ഇന്ന് വിട്ടേക്കാൻ തീരുമാനിച്ചു. ഒരു ബഹളത്തിലേക്കും ഇല്ല, ഒരു പ്രശ്നത്തിലേക്കും ഇല്ല. ആരെന്ത് വേണേൽ ചെയ്തോട്ടെ, നമ്മൾ തൽക്കാലം ഒന്നിലും ഇടപെടുന്നില്ല എന്നുള്ളൊരു രീതിയിലേക്ക്, ഒരു കംപ്ലീറ്റ് ഐസൊലേഷൻ പ്രോസസ്സിലേക്ക് ഇംഗ്ലണ്ട് സ്വയം മാറാനായിട്ട് തീരുമാനിച്ചു. The cardinal principle of British foreign policy since the middle of the 17th century was to prevent the domination of Europe by any one single power. This attitude of Britain was the outcome of her desire to open the sea lines to facilitate international trade, without which they could not survive. But the emergence of the Germany as a great power destroyed the balance of the power in Europe. The imperial expansion and rapid amendment policy of Germany became a challenge to England in all fields. അപ്പോൾ ഇംഗ്ലണ്ട് ഐസൊലേഷനിലേക്ക് പോയതിൻ്റെ കാരണം ഇംഗ്ലണ്ടിന് ആകെ ഒരു കാര്യമുള്ളൂ, യൂറോപ്പിൽ ആരും സിംഗിൾ പവറാണ്, ഞാനാണ് ഏകാധിപതി എന്നുള്ള ഒരു ധാർഷ്ട്യം ആർക്കും ഉണ്ടാവരുത്. അത് മാത്രമേ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒരു ഇംബാലൻസ് ഇൻ ദ പവർ എന്ന് പറയുന്നത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫ്രാൻസ് നെപ്പോളിയൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ശക്തിയായി മാറുമെന്ന് തോന്നിയ ഘട്ടത്തിൽ ഇംഗ്ലണ്ട് അവരെ അടിച്ചൊതുക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയത്. അതിനുശേഷം അവർ മാറി നിൽക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഈ സമയത്താണ് ജർമ്മനി എല്ലാ മേഖലയിലും, നേവൽ പവറിലായാലും അതുപോലെ തന്നെ വ്യോമ മേഖലയിലായാലും കരസേനയുടെ ബലത്തിലായാലും ട്രേഡിൻ്റെ കാര്യത്തിലായാലും എല്ലാ മേഖലയിലും ഇംഗ്ലണ്ടിനെ കടത്തിവെട്ടി ഒരു സ്ട്രോങ്ങർ റീജിയനായിട്ട് മാറാനായിട്ട് തുടങ്ങി. German colony ambition called for the construction of a large and powerful naval fleet. It was looked upon as a challenge to England's age-long naval supremacy. അപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് നാവികസേനാ മേഖലയിലാണ്. കാരണം കടൽ മാർഗമുള്ള ഇംഗ്ലണ്ടിൻ്റെ സുപ്രീമസിയൊക്കെ ജർമ്മനി തകർത്തെറിഞ്ഞു. ജർമ്മനി ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. By the beginning of the 20th century, England decided to give up her policy of splendid isolation and decided to seek allies. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടുകൂടി, അതായത് 1900 ശേഷം ഇംഗ്ലണ്ട് ഉറപ്പിച്ചു, ഇനി മാറി നിന്നിട്ടൊന്നും കാര്യമില്ല, അടിക്ക് തിരിച്ചടി കൊടുക്കാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കണം. ഇംഗ്ലണ്ടും ഗ്രൂപ്പുകളെ ഫോം ചെയ്ത് അലൈസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. In 1904, an Anglo-French agreement called Anti-Cordile was concluded. In 1907, an agreement with Russia and England settled the issues between the two countries relating to Afghanistan. ടിബറ്റ് ആൻഡ് പേർഷ്യ, ടിബറ്റിലും പേർഷ്യയിലും അഫ്ഗാനിസ്ഥാനിലും റഷ്യയ്ക്കും പ്രാധാന്യം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിനും പ്രാധാന്യം ഉണ്ടായിരുന്നു. ഈ 2 പേരും തമ്മിൽ അവിടെ തർക്കം നടക്കുന്ന ഈ അവസരത്തിൽ തന്നെ അവർ തമ്മിലൊരു അലയൻസിലെത്തി.
സപ്പോസ് ജർമ്മനി ഓസ്ട്രിയയും ഇറ്റലിയെയും കൂട്ടുപിടിച്ച് നമ്മളെ ആക്രമിക്കാൻ വന്നാൽ ഒരു തടയിടുന്നതിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടും റഷ്യയും ഒന്നാവാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ പേരിൽ അവർ ഈ രാജ്യങ്ങളെ തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കാനും തയ്യാറായി. ദസ് ദ ത്രീ ഗ്രേറ്റ് പവേഴ്സ് ഇംഗ്ലണ്ട്, ഫ്രാൻസ് ആൻഡ് റഷ്യ കെയിം ടുഗെദർ ആൻഡ് ഫോംഡ് ട്രിപ്പിൾ എൻറ്റിറ്റി. അപ്പോൾ ഇവിടെ ട്രിപ്പിൾ അലയൻസ് ആണ് അവർ ഫോം ചെയ്തിട്ടുള്ളത്. രാജ്യങ്ങൾ തെറ്റരുത് കേട്ടോ. ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി, ട്രിപ്പിൾ അലയൻസ്. ട്രിപ്പിൾ എൻറ്റിറ്റിയിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഇതിനൊരു വ്യത്യാസമുള്ളത്, റഷ്യ എന്ന് പറയുന്ന USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഫ്രാൻസും ഇംഗ്ലണ്ടും ക്യാപിറ്റൽ കൺട്രികളാണ്. അതൊരു വ്യത്യാസമുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത, ഓസ്ട്രിയയും ജർമ്മനിയും ട്രിപ്പിൾ അലയൻസിൽ യൂറോപ്യൻ പവേഴ്സാണ്. കൂടെ നിൽക്കുന്ന ഇറ്റലിയും യൂറോപ്യൻ പവർ തന്നെയാണ്. അപ്പോൾ അവിടെ അവർ യൂറോപ്പിൻ്റെ ഇങ്ങേ സൈഡിലുള്ളവർ ഒരു കാറ്റഗറി. ഇപ്പുറത്തേക്ക് നോക്കിയാൽ ഇംഗ്ലണ്ട്, ഇവിടെ ഫ്രാൻസ്, മുകളിലേക്ക് പോയാൽ റഷ്യ. അപ്പോൾ അവർ അവിടേക്കുള്ളവർ, അപ്പുറത്തെ സൈഡിലുള്ളവർ, മുകളിലേക്ക് നിൽക്കുന്നവർ ആ കാറ്റഗറി, താഴെ നിൽക്കുന്നവർ ഈ കാറ്റഗറി. ഇങ്ങനെയായിട്ട് ഇവർ ഡിവൈഡായിട്ട് നിൽക്കുകയാണ്. Now, Europe was divided into armed camps, triple alliance and triple entity. Constant friction and growing hostilities between the two systems of power made Europe advance steadily towards the First World War. Finally, the Sarajevo incident of June 1914 led to the outbreak of the war on 28 July 1940. സരാജീവോ ഇൻസിഡൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഇതിനകത്ത് പിന്നീട് പറഞ്ഞു വരും. 1914 ഈ ഇൻസിഡൻറ്റോട് കൂടിയിട്ടാണ് യുദ്ധമായിട്ടത് പൊട്ടിപ്പുറപ്പെടുന്നത്. അതുവരെ രണ്ട് അലയൻസ് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അവർ ഉണ്ടാക്കിയെന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ. ഇനീഷ്യലി ബ്രിട്ടൻ റിമൈൻഡ് ന്യൂട്രൽ, ബട്ട് വെൻ ജർമ്മനി വയലേറ്റഡ് ദ ബെൽജിയൻ ന്യൂട്രാലിറ്റി and marched her troops into Belgium, using that country as a corridor from which to invade France, Britain declared war on Germany. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജർമ്മനി ആദ്യമായിട്ട് അവരിൽ നിലനിൽക്കുന്ന കരാർ ബ്രേക്ക് ചെയ്തു. നിലനിൽക്കുന്ന കരാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലണ്ടും റഷ്യയും ഫ്രാൻസും കൂടിച്ചേർന്ന സംഘം, അതായത് അവരുടെ ടീമിൽ ആരെയും ഉപദ്രവിക്കരുത്. അവരിൽ ആരെങ്കിലും ഒരാൾ ഉപദ്രവിച്ചാൽ മറ്റുള്ളവരൊക്കെ കൂടളകി വരും. ഇവിടെ ജർമ്മനി എന്ത് ചെയ്തു? ഫ്രാൻസിനോട് അടുത്ത് കിടക്കുന്ന ബെൽജിയത്തിനെ പോയിട്ട് ആക്രമിച്ച് ബെൽജിയത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു മാർച്ച് നടത്തി. ഇവരുടെ സൈന്യത്തിൻ്റെ ഒരു മാർച്ചിങ് പരേഡ്. ഈ മാർച്ചിങ് പരേഡ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക ഫ്രാൻസിനെയാണ്. കാരണം ബെൽജിയം കടന്നു വന്ന ഫ്രാൻസിലേക്കാണ്. അപ്പോൾ ഫ്രാൻസിന് ഓട്ടോമാറ്റിക്കലി ഒരു ഫിയർ ഉണ്ടാവും, പേടിയുണ്ടാവും, അടുത്തത് ആക്രമിക്കാൻ പോകുന്നത് ഞങ്ങളെ തന്നെയാണ്. അപ്പോൾ ഫ്രാൻസ് എന്ത് ചെയ്യും? ഫ്രാൻസ് അവൻ്റെ കൂട്ടാളികളായിട്ടുള്ള റഷ്യനെയും ഇംഗ്ലണ്ടിനെയും വിളിച്ചു വരുത്തും. അവരതിന് തടയിടാനായിട്ടുള്ള എല്ലാ മാർഗങ്ങളും എന്തായാലും നോക്കും. ഇംഗ്ലണ്ട് പ്ലേഡ് എ കീ റോൾ ഇൻ ദ വാർ. ദ എൻറ്റയർ നാഷൻ വാസ് യുണൈറ്റഡ് ഇൻ ദ വാർ എഫേർട്സ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ബിഗിനിങ് ഓഫ് ദി വാർ, ഇംഗ്ലണ്ട് സെൻറ്റ് അബൌട്ട് 1 lakh എക്സ്പെഡിഷണറി ട്രൂപ്സ് ടു ഫ്രാൻസ്. അപ്പോൾ 100,000 സൈനികരുടെ ഒരു വെൽ അറേഞ്ച്ഡ് ഗ്രൂപ്പിനെ ഇംഗ്ലണ്ട് എന്ത് ചെയ്തു? ഫ്രാൻസിലേക്ക് പറഞ്ഞു വിട്ടു. എങ്ങാനും ബെൽജിയം കടന്ന് ഫ്രാൻസിലേക്ക് ഇവർ വരികയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അലയൻസ് ഉള്ളതാണ്, അപ്പോൾ അവർ സഹായിച്ചേ പറ്റൂ ഫ്രാൻസിന്. ലോർഡ് കിച്ച്നർ കോഓർഡിനേറ്റഡ് ദ വാർ എഫേർട്സ്, ബട്ട് ദ കിച്ച്നർ ആർമി could not meet the needs of the time. So, like other powers, Britain also adopted conscription system in 1916 to meet the shortage of army. Towards the end of the war, England had 8 million men and nearly 1 million women in the force and munitions
Canada, South Africa, New Zealand, and India raised large contingents to fight in the war. The naval supremacy of the England was an important factor for the victory of the Allies. Besides sacrificing men and material, England loaned huge amount of money to her allies. England had a key role in the final submission of Germany and her supporters. അപ്പോൾ ഇംഗ്ലണ്ടാണ് മെയിൻ റോൾ വഹിച്ചത്. കാരണം ആർമിയിലെ വലിയൊരു ആർമിയെ തന്നെ, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് മനുഷ്യവർഗത്തെ തന്നെ കൊടുക്കാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചു എന്നുള്ളതാണ്. അന്നത്തെ ഏറ്റവും വലിയ കൊളോണിയൽ പവർ ആയതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന് ഒരുപാട് പൈസ കയ്യിലുണ്ടായിരുന്നു. ആ പൈസ ഉപയോഗിച്ച് രാജ്യങ്ങളെ സഹായിക്കാനും ഇംഗ്ലണ്ട് തയ്യാറായി എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം ജർമ്മനി കീഴടങ്ങുന്നത് വരെ യുദ്ധത്തിൽ മികച്ച പാർട്ടിസിപ്പേഷൻ നടത്തിയതും ഇംഗ്ലണ്ടാണ്. കോൺസിക്വൻസസ് ഓഫ് ദ വാർ. The war caused great loss of the life and property. The cost of the war estimated $386,000 million. About 9 million soldiers were killed and 20 million wounded. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം, ഏകദേശം 9 മില്യൺ, 1 മില്യൺ എന്ന് വെച്ചാൽ 10 ലക്ഷമാണ്. അപ്പോൾ 90 ലക്ഷം ആൾക്കാർ മരിക്കാനായിട്ടിടയാണ്. അതുപോലെ തന്നെ 19 മില്യൺ, റൈറ്റ്, അല്ല 20 മില്യൺ. 20 മില്യൺ എന്ന് പറയുമ്പോൾ 200 ലക്ഷം ആൾക്കാർ. 200 ലക്ഷം ആൾക്കാർ പരിക്കുകൾ പറ്റി വലിയ രീതിയിൽ പരിക്കേൽക്കാനായിട്ട് സാഹചര്യമുണ്ടായ അവസ്ഥയും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എൻറ്റയർ വേൾഡിൽ ഉണ്ടായി. ദ ഹെവിയസ്റ്റ് ലോസ് ഓഫ് ലൈഫ് ഫോർ എ സിംഗിൾ ഡേ occurred in July 1916 during the Battle of Somme, when the British Army suffered more than 57,000 casualties. Millions of civilians all over the world indirectly died of starvation, exposure, disease, military encounter and massacres. ആലോചിച്ച് നോക്കുക, ദുരിതം കാരണം, ദാരിദ്ര്യം കാരണം മരിക്കേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാർ. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റീസണാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്, ഡിസീസുകൾ, രോഗങ്ങൾ ഒരുപാട് ഉണ്ടാവാൻ കാരണമാവാം. അതുപോലെ തന്നെ കൂട്ടക്കൊലകൾ ഒക്കെ സർവ്വസാധാരണമായിട്ട് ആ സമയത്ത് നടന്നിട്ടുള്ളതാണ്. The birth rate fell. The destruction of property was colossal and far beyond imagination. Every country had to borrow from the public. The Allied powers borrowed around $10 billion from the United States of America. അപ്പോൾ ഇവർ അമേരിക്കയുടേത് വരെ പൈസ കടം മേടിക്കേണ്ട ഒരു സാഹചര്യം ഇംഗ്ലണ്ടും ഫ്രാൻസിനൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. കാരണം അവരുടെ കയ്യിലുള്ളത് കഴിഞ്ഞു. ആൾക്കാരുടെ കയ്യിൽ നിന്ന് വരെ പൈസ മേടിച്ച് യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷെ അതും കഴിഞ്ഞിട്ട് പിന്നെയും യുദ്ധം തീരുന്നില്ല എന്ന് കണ്ടപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ കടം മേടിക്കാനായിട്ട് തുടങ്ങി. By the end of the First World War, almost 1 million British soldiers, sailors and airmen had been killed. However, nearly another 2 million had been permanently disabled. ഒരു ജീവിത രീതിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, നരകിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് ഏകദേശം 2 മില്യൺ ആൾക്കാർ ഇംഗ്ലണ്ടിൻ്റെ മാത്രം കേട്ടോ നഷ്ടപ്പെടാനായിട്ട് കാരണമായി. All these people needed medical treatment, ongoing care and work or financial support in order to survive peacetime. There was great material and financial loss also. A major share of her battleship and merchant ship were sunk by the British submarines. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ ലോസ് ഇനി അതിൽ കൂടുതലാണ്. കാരണം ഒരു ബ്രിട്ടീഷ് കപ്പൽ കണ്ടാൽ അപ്പം തന്നെ ജർമ്മനി അതിൻ്റെ നാവികരെ വിട്ട് ആ കപ്പൽ മുക്കിക്കളയും. അപ്പോൾ അതിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നശിച്ചു പോകാനും അല്ലെങ്കിൽ അത് വീണ്ടെടുക്കാൻ കഴിയാത്ത രീതിയിൽ അത് നശിപ്പിച്ച് കളയാം. While comparing to other countries, the loss of England was less because the battle were fought outside England. At the time of the war, England was both a
creditor and debtor. England loaned about 2,000 million pound to her allies and borrowed about 1,500 million from the United States of America. ഒരേ സമയം ലോൺ കൊടുക്കുകയും ഒരേ സമയം ലോൺ എടുക്കുകയും ചെയ്യേണ്ടി വന്ന രാജ്യമാണ് ഇംഗ്ലണ്ട്. കാരണം ഇംഗ്ലണ്ടിന് വലിയ നഷ്ടം സംഭവിച്ചു. ആദ്യം സ്വന്തം ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഫ്രാൻസിനും റഷ്യയ്ക്കും വേണ്ടി ഒരുപാട് പൈസ ഇംഗ്ലണ്ട് ചിലവാക്കി ആ പൈസ കൊണ്ട് തീരാണ്ടായപ്പോൾ കടം മേടിച്ചിട്ട് ആ പൈസയും കൂടി യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യം. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടം ഇംഗ്ലണ്ടിന് യുദ്ധത്തിൻ്റെ കാരണത്തോട് അല്ലെങ്കിൽ യുദ്ധം മൂലം ഉണ്ടായി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ബിസൈഡ്സ് ദ ലോസ് ഓഫ് ദി മെൻ, മണി ആൻഡ് മെറ്റീരിയൽ, the war had immense impact upon other sectors also. The war had great impact upon the social, political, economic and moral life of the English people. അപ്പോൾ ഒരു ആൾക്കാർ മരിച്ചു അല്ലെങ്കിൽ പണത്തിൻ്റെ നഷ്ടം എന്നതിനേക്കാളൊക്കെ ഉപരി വളരെ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഇംഗ്ലണ്ടിൽ ക്രിയേറ്റ് ചെയ്തു? ഈ പറയുന്ന ഫസ്റ്റ് വേൾഡ് വാർ ക്രിയേറ്റ് ചെയ്തു. അത് സോഷ്യൽ ആയാലും പൊളിറ്റിക്കൽ ആയാലും റിലീജിയസ്ലി ആയാലും ഭയങ്കര വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ച കാലഘട്ടമായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. The war brought many changes in the social relation in England. There were great changes in the status of women. When war broke out and then men went off to fight, it was women who took their jobs and kept things running back in Britain. Across the country, by the late 1980s, 9 in every 10 workers in the munitions industry were female. അപ്പോൾ അന്നൊക്കെ ഫീമെയിൽസിൻ്റെ പ്രാധാന്യം കുറവായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു വിക്ടോറിയൻ പീരീഡിലൊക്കെ. പക്ഷേ യുദ്ധം തുടങ്ങിയതോടുകൂടി വുമൻ്റെ പ്രാധാന്യം ഭയങ്കരമായിട്ട് ഹയർ ആവാനായിട്ട് തുടങ്ങി. കാരണം അവരും കൂടി സഹകരിച്ചില്ലെങ്കിൽ യുദ്ധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഇംഗ്ലണ്ടിന് മനസ്സിലായി തുടങ്ങി. Traditionally, these works would have been done by men. Women also worked as conductors on trams and buses, as typists and secretaries on the farms. The number of women employed by the service increased from 33,000 in 1911 to over 1,200,000 by 1921. അപ്പോൾ ഈ ആണുങ്ങളൊക്കെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ പോയപ്പോൾ ഇവിടെ ജോലി ചെയ്യണ്ടേ? ബാക്കിയുള്ള എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഫാമിലെ കണക്കെഴുത്തോ അല്ലെങ്കിൽ ഫാമുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ചെയ്യാൻ ആളുണ്ടായില്ലെങ്കിൽ ആ പണി ഇവിടെ നിൽക്കും. അപ്പോൾ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് രാജ്യത്തിന് നേട്ടം ഉണ്ടാവും, രാജ്യത്തിൻ്റെ വിജയത്തിന് ശേഷം നേട്ടം ഉണ്ടാവും. പക്ഷെ അതുവരെയുള്ള ജീവിക്കാനുള്ള വക കണ്ടെത്തണമെങ്കിൽ സ്ത്രീകൾ ജോലിക്ക് ഇറങ്ങണം. അപ്പോൾ 33,000 പേർക്ക് മാത്രം ജോലി ഉണ്ടായിരുന്ന 1911 നിന്ന് 1921 അടുക്കുമ്പോൾ, അതായത് 10 വർഷം കൊണ്ട് 1,02,000 പേരിലേക്ക് അത് ഉയരാനായിട്ട് കാരണമായി. ഏകദേശം 70,000 പേര് കൂടി ജോലിക്ക് കയറാനായിട്ട് അത് കാരണമായി. ഫീമെയിൽ ട്രേഡ് യൂണിയൻ മെമ്പർഷിപ്പ് ഇൻക്രീസ്ഡ് 3,57,000 in 1914 to over 1,000,000 by 1918. 1914 3,57,000 പേര് മാത്രം വുമൺ ഓർഗനൈസേഷനിലെ യൂണിയനിലെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നവർക്ക് അത് 10 ലക്ഷത്തിനടുത്ത് എത്താനായിട്ട് കാരണമായി. An increase of 160%. The meritorious service of women during the wartime urged the government to possibility respond towards the demand of the suffragette movement. Suffragette movement എന്ന് പറയുന്നത് രണ്ടുപേർക്കും തുല്യനീതി, ആണിനും പെണ്ണിനും തുല്യനീതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് നടന്ന വയലൻ്റ് മൂവ്മെൻ്റ് ആണ്. അതിൻ്റെ ആവശ്യങ്ങളെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഗവൺമെൻറ് മനസ്സിലാക്കാൻ തുടങ്ങി. കാരണം സ്ത്രീകൾ ഒരേ പ്രാധാന്യം തന്നെ ഇംഗ്ലണ്ടിൽ കാഴ്ചവെക്കാനായിട്ട് തുടങ്ങി. The Representation of the People Act 1918 gave voting right to all men over 21 and all women over 30. 30 വയസ്സായ സ്ത്രീകൾക്കും 21 വയസ്സായ ആണുങ്ങൾക്കും എല്ലാവർക്കും വോട്ടവകാശം. അവിടെയും ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, എല്ലാവർക്കും ഈക്വൽ ഏജ് അല്ല.
സ്ത്രീകൾക്ക് 30 വയസ്സായാൽ മാത്രമേ വോട്ടവകാശമുള്ളൂ. The part played by women during the war had convinced most former opponents of the women suffrage that it would be unfair any longer to withhold the right of the vote from women. അപ്പോൾ വുമൻസിൻ്റെ പ്രാധാന്യം യുദ്ധത്തിൽ കണ്ടപ്പോൾ സഫറഗേറ്റ് മൂവ്മെൻറ്റ്, അതായത് തുല്യ പ്രാധാന്യത്തെ എതിർത്തിരുന്ന ആൾക്കാർക്കൊക്കെ സ്വയം കുറ്റബോധം ഉണ്ടാവാൻ തുടങ്ങി. കാരണം വിമണ്ണ് ഇങ്ങനെ വിമർശിച്ചിട്ട് കാര്യമില്ല, അവരുടെ അവകാശങ്ങൾ കൊടുത്താൽ മാത്രമേ അവർ നമ്മളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുള്ളൂ എന്ന് മനസ്സിലായി. The war in fact had precipitated the first stage in a social revolution. Having served as nurses, lorry drivers, munition workers and farm laborers, women were now to be voters too. By this act, 13 million men, 9 million women were added to electorate. അപ്പോൾ ഇലക്ഷൻ പട്ടികയിലേക്ക് 9 ലക്ഷം സ്ത്രീകളും 30 ലക്ഷം ആണുങ്ങളും ഇതിലേക്ക് ആഡഡ് ആവും. 30 ലക്ഷമല്ല, 13 ലക്ഷം 130 ലക്ഷം മില്യനാണ് പറഞ്ഞിരിക്കുന്നത്. 13 മില്യൺ ആണ് പറഞ്ഞിരിക്കുന്നത്. 9 മില്യൺ എന്ന് പറയുമ്പോൾ 90 ലക്ഷം ആൾക്കാർ വോട്ടർ പട്ടികയിൽ മെമ്പേഴ്സ് ആവാനായിട്ട് ഇത് കാരണമായി. ബട്ട് ഡിമാൻഡ് ഫോർ എൻഡിങ് ജെൻഡർ ഇൻഇക്വാളിറ്റി ഇൻ വോട്ടിംഗ് റൈറ്റ്സ് കണ്ടിന്യൂ. അതെന്തായാലും കണ്ടിന്യൂ ചെയ്യും. കാരണം രണ്ടുപേരുടെയും പ്രായം തുല്യമാക്കിയിട്ടില്ല. ഒരാളുടെ പ്രായം 21 മറ്റവരുടെ പ്രായം 30 പരിമിതപ്പെടുത്തിയിട്ടുള്ളത്. Finally, the Equal Franchise Act of 1928 put women on equal footing with men. The war owed to the moral degeneration of the people. The sufferings and stress during and after the war led drastic changes in their faith in human value. സാധാരണ ജനങ്ങൾക്കുണ്ടായിരുന്ന മനുഷ്യത്വം, സ്നേഹം, അനുകമ്പ തുടങ്ങിയ വികാരങ്ങളൊക്കെ തന്നെ ഇല്ലാണ്ടായി തുടങ്ങി. കാരണം യുദ്ധത്തിൻ്റെ ഭീകരത അത്ര വലുതായിരുന്നു. ഒപ്പം തന്നെ 1928 വുമൻസിന് ഈക്വൽ റൈറ്റ് കൊടുക്കാനായിട്ട് ആര് തീരുമാനിച്ചു? ഇംഗ്ലണ്ടിലെ ഗവൺമെൻറ് അവസാനം തീരുമാനിക്കേണ്ട ഒരു സാഹചര്യം ഇംഗ്ലണ്ടിൽ ഉടലെടുത്തു. ഇറ്റ് സ്വെപ്റ്റ് എവേ മച്ച് ഓഫ് ദി ഓൾഡ് വിക്ടോറിയൻ ആൻഡ് എഡ്വേർഡിയൻ ഓർഡർ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് മെനി ഓഫ് ദി ഫീച്ചേഴ്സ് ദാറ്റ് we associate with contemporary Britain. The war resulted in changes in the structure of the society in England. The upper class took the greatest proportional hit. It meant that there were far fewer confident and educated sons of privilege to take over the running of the country when the war was over. This coincided with a reduction in the serving classes as families grew rather partial to earning wages in factories. The use of conscription to demand men of all backgrounds join up lead to a change in the social structure of the army. Men of humble backgrounds were promoted to officer status, and for the first time traditional class distinction were abandoned in favor of military pragmatism. അപ്പോൾ ഇവിടെ വന്ന ഏറ്റവും വലിയൊരു മാറ്റത്തെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അന്ന് ക്ലാസ്സായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ബാക്ക്വേർഡ് ക്ലാസ്, അല്ലെങ്കിൽ ഫോർവേഡ് ക്ലാസ്, അല്ലെങ്കിൽ നോബിൾ ക്ലാസ്. ഇത്തരത്തിലുള്ള എല്ലാ ക്ലാസ് ഡിസ്റ്റിങ്ഷൻസും വേണ്ടാന്ന് വെക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. കാരണം ഈ ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായാൽ ഇവർക്ക് ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ആർമിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. നീ താഴെ ഞാൻ ഉയർന്നത് എന്നുള്ള റാങ്കിങ് വന്നാൽ അത് വലിയ പ്രശ്നമാവും. അപ്പോൾ അത് ഒഴിവാക്കി കൊടുത്തുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് ആർമിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഇംഗ്ലണ്ടിൽ ഉടലെടുക്കാൻ ഫസ്റ്റ് വേൾഡ് വാർ ഒരു കാരണമായി തീർന്നു. In the Great War, England was an important party on the winner's side. So, she had certain benefits from the Treaty of Versailles. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള ട്രീറ്റിയുടെ പേരാണ് ട്രീറ്റി ഓഫ് വെർസൈൽസ്. മറക്കരുത്, ഇംഗ്ലണ്ട് ജയിച്ച ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ, ഇംഗ്ലണ്ട് ഒറ്റയ്ക്കല്ല, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ ഇടയിൽ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ നമ്മൾ ഇനി കാണും.
അപ്പോൾ എന്താണ് ഉണ്ടായത്, ഈ 3 പേർക്കും എന്തൊക്കെ ലാഭം കിട്ടി എന്നുള്ളത് നമ്മളിനി കാണാനായിട്ട് പോവാണ്. She was given mandate to administer most of the colonies and territories of Germany and Turkey. ഇതിനിടയിലേക്ക് ടർക്കി കടന്നു വരികയാണ്. ടർക്കിക്കും ജർമ്മനിക്കും ഉണ്ടായിരുന്ന എല്ലാ പൊസഷനും, അവർക്ക് എവിടെയൊക്കെ കോളനി ഉണ്ടോ അതൊക്കെ ഇംഗ്ലണ്ടിൻ്റെ കീഴിലേക്ക് കൊടുക്കാനായിട്ട് ധാരണയായി. The war conceded the naval superiority of England in Europe. ഇംഗ്ലണ്ടിൻ്റെ നേവൽ സുപ്രീമസി ഒരിക്കൽ കൂടി അടിവരയിട്ട് സ്ഥാപിച്ചു. At the same time, Britain had to face certain problems which in the long run adversely affected the prestige of England. നേട്ടം മാത്രമല്ല, ഇതിനെ തുടർന്ന് ഇംഗ്ലണ്ടിന് പല നഷ്ടങ്ങളും സംഭവിച്ചു. അത് കാലക്രമത്തിലാണ് ഉണ്ടായതെന്ന് മാത്രം, ഒറ്റയടിക്ക് നഷ്ടങ്ങൾ സംഭവിക്കാതെ അവസരത്തിനൊത്ത് നഷ്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. In the beginning of the war, England declared that the war was against imperialism and to protect democracy. So, colonies wholeheartedly supported the war efforts of England. After the war, England had to compensate for this. The colonies immediately after the war began to demand complete independence. As a result, Irish Free State was formed in 1922, and in 1931 complete freedom was granted to Australia and New Zealand. The demand for freedom grew more than in 1930s, and it led to the dissolution of empire after Second World War. ഇംഗ്ലണ്ട് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ യുദ്ധം ഒരു രാജ്യത്തിനെതിരെയല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ഒപ്പം തന്നെ എല്ലാവരുടെയും ഡെമോക്രസി, ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുമാണ്. ഇത് പറഞ്ഞ് യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച ഇംഗ്ലണ്ടിനോട് അവരുടെ കോളനികളായിട്ടുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ സ്വാതന്ത്ര്യം ഡിമാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് യുദ്ധം കഴിഞ്ഞതിന് പിന്നാലെ ഓരോ രാജ്യങ്ങളെയും സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആക്കാനും പ്ലസ് അവർക്ക് ഡെമോക്രസി നടപ്പിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇംഗ്ലണ്ടിന് വന്നു ചേർന്നു. അപ്പോൾ ഇംഗ്ലണ്ട് പതിയെ പതിയെ എല്ലാ കോളനികളും വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരികയാണ്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അവസാനത്തോടു കൂടി എല്ലാ കോളനികളെയും അവർ സ്വതന്ത്രരാക്കുകയാണ്. The post-war economic recovery proved difficult to England as the heavy expenditure on the World War I weakened the British economy. The First World War had a great impact on the economic life of the people of Britain. During the war, industries were restructured to produce war-related goods. ഏറ്റവും വലിയ ഇക്കണോമിക്കൽ ക്രൈസിസിൽ ഒന്ന് വാർ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് അവർക്ക് നേട്ടമുള്ള കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കാവുന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. എൻറ്റയർ സൊസൈറ്റീസ് were reorganized for war. Women had to step in to take up jobs that earlier only men were expected to do. ആണുങ്ങൾ മാത്രം ചെയ്തിരുന്ന ജോലികളിലേക്ക് പെണ്ണുങ്ങൾ കടന്നു വരാനും ആണുങ്ങൾ പൂർണ്ണമായിട്ടും യുദ്ധത്തിൻ്റെ മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അത് കാരണമായി. Then the men had gone to fight. While Britain was preoccupied with the war, industries had development in Japan and India. So now Britain had to face competition from these countries, especially from Japan. To finance war expenditure, Britain had to borrow liberally from the United States. This means that at the end of the war, Britain was burdened with a huge external debts. The economic hardship of the war period forced the people of colonies to struggle against Britain. ഇവിടെ ഇംഗ്ലണ്ടിന് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം, യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലായിടത്തുനിന്നും കടം മേടിക്കാൻ തുടങ്ങി. സ്വന്തം രാജ്യത്തു നിന്ന് കടമെടുത്തു, ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൻ്റെ പേരിൽ യുദ്ധത്തിന് വേണ്ടി അമേരിക്കയുടെ കയ്യിൽ നിന്ന് കടം മേടിക്കാൻ തുടങ്ങി. അമേരിക്കയ്ക്ക് യുദ്ധം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ മുതലും പലിശയും ഒക്കെ കൂടിയിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഇംഗ്ലണ്ടിന് അറിയായിരുന്നു. പക്ഷേ ഇംഗ്ലണ്ട് അത് സ്വയം ഏറ്റെടുത്തു. ഡ്യൂറിങ് ദ വാർ, ബ്രിട്ടൻ കുഡ് നോട്ട് പ്രൊഡ്യൂസ് ഗുഡ്സ് ടു സെൽ ഫോറിൻ മാർക്കറ്റ്. ആഫ്റ്റർ ദി വാർ, ബ്രിട്ടൻ ഫൗണ്ട് ദാറ്റ് many of its previous buyers had to set up their own industries and no longer need to buy from Britain. അടുത്തൊരു നഷ്ടം, ഇംഗ്ലണ്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന പല ഗുഡ്സിനും പെർഫെക്റ്റ് ബയേഴ്സ് ഉണ്ടായിരുന്നു. അവർ പലരും സ്വന്തമായിട്ട് തുടങ്ങുകയും മറ്റു രാജ്യങ്ങളിൽ നിന്ന് അത് മേടിക്കാനും തുടങ്ങി. കാരണം ഇംഗ്ലണ്ട് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഷർട്ടില്ല, അയേണില്ല, കോൾ ഇൻഡസ്ട്രി ഇല്ല,
അവരെല്ലാം വിട്ടിട്ട് എല്ലാം യുദ്ധത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ അവർക്ക് അവരുടെ മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു. ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രീസ് ലൈക്ക് കോൾ മൈനിങ് failed to modernize during the war. Economic recovery proved difficult for Britain. The war had led to an economic boom due to a large increase in the demand, production and employment. As the war boom ended, it resulted in less production and increased unemployment. In 1921, 1 in every 5 British workers was out of work. It created anxiety and uncertainty about work. കാരണം ഇവർ വർക്കിന് വേണ്ടിയിട്ട് വർക്കുകളെല്ലാം തന്നെ യുദ്ധത്തിലേക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തപ്പോൾ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ വാർ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാക്കണ്ട, തോക്കും വാളും ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ വീണ്ടും അവരുടെ പഴയ പ്രൊഡക്ഷനിലേക്ക് തിരിയാണ്, ടെക്സ്റ്റൈല്, കോൾ മൈൻ, അതിലേക്കൊക്കെ തിരിയാണ്. പക്ഷേ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് മേടിക്കാൻ ആൾക്കാരില്ല, കാരണം ഉണ്ടായിരുന്ന ബയേഴ്സൊക്കെ അവർക്ക് നഷ്ടമായി. അപ്പോൾ 5-ൽ ഒരാൾക്ക് വീതം അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന വളരെ വലിയൊരു ഇക്കണോമിക് ക്രൈസിസ് ഇംഗ്ലണ്ട് നേരിടാൻ തുടങ്ങി. അപ്പോൾ ഒന്നാമത്തേത് അവരുടെ പ്രധാനമായിട്ടുള്ള ഇൻഡസ്ട്രീസൊക്കെ നശിച്ചു. രണ്ടാമത്തേത് അവർക്കുണ്ടായിരുന്ന നല്ല ബയേഴ്സ്, നല്ലൊരു മാർക്കറ്റ്, ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്കറ്റ് അവർക്ക് നഷ്ടമായി. മൂന്നാമത്തേത് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജായിട്ട് അവിടെ ഉണ്ടാവാനായിട്ടത് കാരണമായി. 5/1 എന്ന രീതിയിലേക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ഇംഗ്ലണ്ടിൽ കൂടി. The war produced far-reaching result in English politics also. As the war was going on, the election for new parliament was postponed in 1915. Instead, a coalition government was formed including liberals, conservatives and Labour Party. 1915 ഒരു എലക്ഷൻ പോസ്റ്റ്പോൺ ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം വാർ കഴിയുന്നവരെ യുദ്ധം നീട്ടിവെക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഒരു കൂട്ടുമന്ത്രിസഭ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ലിബറൽ പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടി, ലേബർ പാർട്ടി എല്ലാവരുടെയും പ്രതിനിധികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കി. ബട്ട് സൂൺ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അറൗസ്ഡ് ഓൺ ദി ക്വസ്റ്റ്യൻ ഓഫ് ദി ഫോർമേഷൻ ഓഫ് വാർ ക്യാബിനറ്റ് ആൻഡ് ആസ്ക്വിത്ത് റിസൈൻഡ് ഫ്രം പ്രീമിയർഷിപ്പ്. The Liberal Party was split into two, one under Asquith and other under Lloyd George, who became the new Prime Minister, who devoted all his energies to the supreme task of winning the war. However, the split weakened the Liberals and its place was taken by the Labour Party. കൊളീഷൻ ഗവൺമെൻറ് ഒക്കെ നല്ല തീരുമാനമായിരുന്നു. പക്ഷേ 3 പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് പ്രധാനമന്ത്രിയായിട്ട് തീരുമാനിച്ചിരുന്നത് ആസ്ക്വിത്തിനായിരുന്നു. ആസ്ക്വിത്ത് ലിബറൽ പാർട്ടിയുടെ നേതാവായിരുന്നു. പക്ഷേ എപ്പോഴും അഭിപ്രായ വ്യത്യാസം, പാർലമെൻറ്റിൽ എപ്പോഴും അടി നടക്കുന്നു എന്ന് കണ്ടപ്പോൾ ആസ്ക്വിത്ത് പ്രൈം മിനിസ്റ്റർഷിപ്പ് രാജിവെച്ചു. എന്നിട്ട് പാർട്ടിയെ 2ആയിട്ട് പിളർത്തി. ലിബറൽ പാർട്ടിയെ 2 വിഭാഗമാക്കി. ഒന്ന് ആസ്ക്വിത്തിൻ്റെ നേതൃത്വത്തിലും അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ലോയിഡ് ജോർജ് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ അടുത്തൊരു പാർട്ടിയും ഉണ്ടായി. ഈ പാർട്ടി ലോയിഡ് ജോർജിൻ്റെ കൂടെ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്ന കാരണം അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ അടുത്ത പ്രൈം മിനിസ്റ്ററായി. ഇംഗ്ലണ്ട് യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് എനർജി പൂർണ്ണമായിട്ടും യുദ്ധത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുത്തു. The Treaty of Versailles was one-sided agreement and Germany has highly humiliated. ഇനി ട്രീറ്റി ഓഫ് വേഴ്സൈൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജർമ്മനീനെ തരം താഴ്ത്തി കളയുന്ന ഒരു തരത്തിലുള്ള ഉടമ്പടിയായിരുന്നു ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. ജർമ്മനി വാസ് റിക്വയർഡ് ടു പേ എ ഹ്യൂജ് എമൗണ്ട് ആസ് റിപ്പറേഷൻ ആൻഡ് വാസ് കംപ്ലീറ്റ്ലി ഡിസൈൻ. പൂർണ്ണമായിട്ടുള്ള നിരായുധീകരണം. ഒരു തരത്തിലുള്ള ആയുധവും ഇനി കൊണ്ടു നടക്കാനായിട്ട് പാടില്ല. ആർമിയെ നിലനിർത്താൻ പാടില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വലിയ എമൗണ്ട് യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഇപ്പോൾ ചില സമയത്ത് കോടതിയിൽ കേസൊക്കെ കൊടുത്താൽ കോടതി പറയും കോടതി നടപടികൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ തുകയടക്കം വാദിക്ക് കൊടുക്കാനായിട്ട് പ്രതിയോട് പറയും. അത്തരത്തിലുള്ളൊരു വലിയൊരു എമൗണ്ട് ബേർഡനായിട്ട് ജർമ്മനി അടയ്ക്കേണ്ടതായിട്ട് വന്നു. ദ പ്രൊവിഷൻ ഫോർ റിപ്പറേഷൻ ഹാഡ് far-reaching economic and political consequences. The Great Depression of 1930s and the rise of the Nazism and Fascism were direct outcome of Versailles Treaty. ട്രീറ്റി ഓഫ് വേഴ്സൈൽസിൻ്റെ ഭാഗമായിട്ട് ഇവർ വലിയൊരു തുക അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ജർമ്മനി
വളരെ ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ബുദ്ധിമുട്ടുക മാത്രമല്ല, ലോകത്ത് വളരെ വലിയ സാമ്പത്തിക മാന്ദ്യം 1930-ലുണ്ടായി. ലോകം മൊത്തം ഈ പറയുന്ന ഇംഗ്ലണ്ട്, അമേരിക്ക, ഫ്രാൻസ് എല്ലാവരെയും സാമ്പത്തിക മാന്ദ്യം കാര്യമായിട്ട് ബാധിച്ചു. പിന്നുണ്ടായൊരു മാറ്റം ലോകത്തെ പിടിച്ചു കുലുക്കിയ രണ്ടാശയങ്ങളായിട്ടുള്ള ഫാസിസം, നാസിസം. ചിലപ്പോൾ തോന്നും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശമാണ്, കാരണം ഒരുപോലെ തോന്നിക്കുന്ന ആശയങ്ങളാണ്. നാസിസവും ഫാസിസവും വളർന്നു വരാനായിട്ട് ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് കാരണമായി. കാരണം ഏറ്റവും കൂടുതൽ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് ഈ ജർമ്മനിയും ഇറ്റലിയും. ഇറ്റലിയിൽ ഫാസിസം മുസോളിനിയുടെ നേതൃത്വത്തിൽ വളർന്നു വരികയും, കാരണം നമ്മളെ എല്ലാവരും തരം താഴ്ത്തി എന്നുള്ള തിരിച്ചറിവ് ഇറ്റലിക്കാർക്ക് ഉണ്ടാക്കി കൊടുത്ത് മുസോളിനി ഏകാധിപതിയായിട്ട് ഇറ്റലിയിൽ വളർന്നു വരികയും ഫാസിസം അവിടെ പച്ചപിടിക്കുകയും ചെയ്തു. ഹിറ്റ്ലർ നാസിസത്തിൻ്റെ നേതാവായി മുന്നോട്ട് വരികയും നമ്മളെ എല്ലാവരും കൂടി ജർമ്മനിയെ തരം താഴ്ത്തി നമ്മൾ വലിയൊരു കടക്കെണിയിൽ കൊണ്ടിട്ടിരിക്കുകയാണ്, ട്രീറ്റിയിൽ നമ്മളെ നശിപ്പിക്കാനുള്ള ഉടമ്പടികൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച് വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറാക്കി കൊണ്ടുവന്ന നേതാവാണ് അഡോൾഫ് ഹിറ്റ്ലർ. ഹിറ്റ്ലറിൻ്റെ നാസിസവും മുസോളിനിയുടെ ഫാസിസവും വളർന്നു വരാനായിട്ട് ഈ ട്രീറ്റി കാരണമായി. The countries like England followed a policy of appeasement towards the new imperialist powers like Germany, and it led to the outbreak of the Second World War. The inactivity and self-interest of the big powers made League of Nations helpless to settle the burning international issues of the period. അപ്പോൾ ആദ്യത്തെ വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ഒരു ലീഗ് ഓഫ് നേഷൻസിന് തുടക്കം കുറിച്ചു. ഇനി ഒരു വേൾഡ് വാർ സംഭവിക്കാതിരിക്കാം, കാരണം അത്രയും വലിയ പ്രശ്നങ്ങളാണ് ആദ്യത്തെ വേൾഡ് വാർ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനിയൊരു വേൾഡ് വാർ സംഭവിച്ച് വീണ്ടും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വിജയിച്ച ശക്തികളെല്ലാവരും കൂടി ചേർന്ന് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. പക്ഷെ ആ സംഘടനയ്ക്കും സെക്കൻഡ് വേൾഡ് വാറിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. കാരണം അത്രമേൽ ഇറ്റലിയുടെയും ജർമ്മനിയുടെയും മേലെ ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയും അമേരിക്കയും ഒക്കെ കൂടിയിട്ട് വലിയ തരത്തിലുള്ള ബാധ്യത അടിച്ചേൽപ്പിച്ചു. അത് അംഗീകരിക്കാൻ കഴിയാതിരുന്നുകൊണ്ടാണ് ഒരു സെക്കൻഡ് വേൾഡ് വാറിലേക്ക് അവർ നീങ്ങാനായിട്ട് കാരണമായത്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി ചേർന്ന് ഒരു ട്രീറ്റി ഉണ്ടാക്കുന്നു, ട്രിപ്പിൾ അലയൻസ് ഉണ്ടാക്കുന്നു. അവരോട് എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടും അവരെ ഏകാധിപതികളായി വാഴാൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയും കൂടി ചേർന്ന് മറ്റൊരു അലയൻസ് ഇപ്പുറത്തുണ്ടാക്കുന്നു. ഈ രണ്ട് അലയൻസും തമ്മിലുള്ള തർക്കം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് യുദ്ധത്തിലേക്ക് ഡൈവേർട്ടായിട്ട് മാറുന്നു. യുദ്ധത്തിൽ മറ്റൊരുപാട് രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ജപ്പാനൊക്കെ ഈ പറയുന്ന ജർമ്മനിയുടെ കൂടെ പോയിട്ട് സഹായിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബ്രിട്ടൻ്റെ കൂടെ നിന്ന് സഹായിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ ജീവനും ഒരുപാട് പേർക്ക് പരിക്ക് പറ്റാനും ഒക്കെ ഈ യുദ്ധം കാരണമായി. ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് ഇക്കണോമിക് മേഖലയിലാണ്. ഒരുപാട് പേരുടെ തൊഴിൽ നഷ്ടപ്പെടാനും ഒരുപാട് നല്ല പ്രൊഡക്ഷൻസ് നിർത്തലാക്കിക്കൊണ്ട് വാർഫെയറിന് സഹായിക്കുന്ന പ്രൊഡക്ഷൻസിലേക്ക് മാത്രം ഇംഗ്ലണ്ട് ഒതുങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിനുണ്ടായിരുന്ന നല്ലൊരു ട്രേഡ് മാർക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. യുദ്ധം കഴിഞ്ഞ് ട്രേഡിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇംഗ്ലണ്ടിന് നല്ല ബയേഴ്സിന് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ടായി. ട്രീറ്റി ഓഫ് വേഴ്സൈൽസിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടും ഫ്രാൻസും അമേരിക്കയും കൂടി ജർമ്മനിയെയും ഇറ്റലിയെയും അടിച്ചമർത്തിയതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വലിയൊരു എമൗണ്ട് റീപാരേഷനായിട്ട് അടയ്ക്കേണ്ടി വന്നു. അവരെ കംപ്ലീറ്റ് ആയിട്ട് ഡിസാം ചെയ്തു. ഡിസാംമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരായുധീകരണം. ഒരായുധവും ശേഖരിക്കാനായിട്ട് പാടില്ല, കാരണം ഇനിയൊരു യുദ്ധം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവരുടെ ഇക്കണോമിക്സ് പൂർണ്ണമായിട്ടും തകർത്ത് തരിപ്പണമാക്കി, ഇക്കണോമിയെ ഒന്നുമല്ലാതാക്കി. പക്ഷെ അതിൽ നിന്നൊക്കെ അവർ ഉയർത്തെഴുന്നേറ്റു. ഫാസിസവും നാസിസവും ഇറ്റലിയെയും ജർമ്മനിയെയും വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ സംഭവിച്ച വലിയൊരു മാറ്റം, പുരുഷന്മാരുടെ ജോലികളിലേക്ക് സ്ത്രീകൾ കടന്നു വരികയും സ്ത്രീകൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുകയും അത് നേടിയെടുക്കാൻ സെക്കൻഡ് വേൾഡ് വാർ അവർക്കൊരു കാരണമായി തീരുകയും ചെയ്തു. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് വേൾഡ് വാർ ആണ്. ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകേണ്ടതാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ 2 വേൾഡ് വാറും നന്നായിട്ട് പഠിക്കുക. ഒപ്പം കൊറോണ വൈറസിനെതിരെ ജാഗ്രതയോട് കൂടിയിട്ടിരിക്കുക. താങ്ക് യു വെരി മച്ച്.